കോഴിക്കോട് ഫറോക്ക് താലൂക്ക് ആശുപത്രിക്ക് എതിരെ ചികിത്സാ പിഴവ് പരാതി. നല്ലൂർ സ്വദേശി മോഹൻദാസിന്റെ മരണത്തിലാണ് പരാതി. ശ്വാസതടസ്സം മൂലം ആശുപത്രിയിലെത്തിയ മോഹൻദാസിന്റെ ചികിത്സയിൽ അധികൃതർ വീഴ്ച വരുത്തിയെന്നാണ് ആരോപണം. ശ്രദ്ധക്കുറവാണ് മരണകാരണമെന്ന് ആരോപിച്ച് മകൻ അരുൺദാസ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകി. പുലർച്ചെ ഒരു 4:15 ആകുമ്പോൾ അച്ഛന് ശ്വാസം മുട്ടലാന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും അനിയനും കൂടി വണ്ടിയെടുത്ത് അച്ഛനെയും കൊണ്ട് ആശുപത്രിയിലെത്തി. അങ്ങനെ കാഷ്വാലിറ്റിന് മുന്നിൽ ഞങ്ങൾ വണ്ടി നിർത്തുമ്പോൾ കാഷ്വാലിറ്റി ഡോർ ഓപ്പൺ ആയിരുന്നു. അച്ഛനും അനിയനും കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അനിയൻ അങ്ങനെ താങ്ങി പിടിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ കാണുന്നത് എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് വരുന്ന ഒരു ജീവനക്കാരി വന്ന് ആ ഡോർ അടയ്ക്കുന്ന ഞങ്ങൾ കണ്ടത്. അച്ഛനും താങ്ങി ഡോറിന് മുന്നിൽ എത്തിയിട്ട് ഡോർ തുറക്കാൻ കഴിയുന്നില്ല. തൊട്ടടുത്ത് തന്നെ നേഴ്സ് നിൽക്കുന്നുണ്ട്. അവർ ഡോർ തുറക്കാനോ അച്ഛനെ താങ്ങാനോ ഒന്നും സഹായിച്ചില്ല. നമുക്ക് നോക്കാൻ എന്ത് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ ഒരു പേപ്പർ എഴുതി തന്നോളൂ, ഞങ്ങൾ പേഷ്യൻ്റായിട്ട് ഞങ്ങൾ ഇന്ന് പോയിക്കോളാറുണ്ട്. അപ്പോൾ അവരെന്തോ പറഞ്ഞ് ഉള്ളോട്ട് പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ ECG എടുത്തോന്നും ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ ഒരു അവിടുത്തെ താൽക്കാലിക ജീവനക്കാരാണ് വന്നിട്ടുണ്ട്. അവർ വന്നിട്ട് CPR കൊടുക്കാൻ, അതന്നെ അവർക്ക് നമുക്കിതിനെക്കുറിച്ച് അറിയുന്ന ആളൊന്നുമില്ല, എന്നാലും CPR കൊടുക്കുന്നത് പ്രോപ്പറായിട്ടല്ലാന്ന് തോന്നി. കാരണം ഇവർ 2 പുഷ് ചെയ്ത് പിന്നെ മറ്റവനോട് പറയാം ഈ ഗ്ലൗ ഇട്ടിട്ട് ഈ കൊടുക്കുന്നത്. അങ്ങനെ അവനെ ഗ്ലൗ. ബെൻസൺ ബാബുവാണ് ചേരുന്നത് വിവരങ്ങളുമായി. ബെൻസൺ, എന്താണ് ഈ പരാതിയുടെ വിശദാംശങ്ങൾ? ശ്യാമിലി, ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഈ ഫറൂഖ് താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള ആരോപണമാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത്. ഈ കഴിഞ്ഞ 11-ാം തീയതിയാണ് ഫറൂഖ് സ്വദേശിയായിട്ടുള്ള മോഹൻദാസ്, 63 വയസ്സാണ് അദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള ശ്വാസ തടസ്സം അനുഭവപ്പെടുന്നു പുലർച്ചെ ഒരു 4 മണിയോടുകൂടെ. അപ്പോൾ ഈ കുടുംബം ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ കുടുംബം ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. 2 ആൺമക്കൾ അവർ ഒരുമിച്ചാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്, ഫറൂഖ് താലൂക്ക് ആശുപത്രിയിലേക്ക്. ഇവർ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ കാണുന്ന കാഴ്ച, ആദ്യഘട്ടത്തിൽ ഈ ആശുപത്രിയുടെ വാതിൽ തുറന്നു കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തെ താങ്ങി പിടിച്ചുകൊണ്ട് മകൻ ആശുപത്രിക്ക് മുൻപിലേക്ക് എത്തുമ്പോൾ ഇവർ ഈ ആശുപത്രി അധികൃതരായിട്ടുണ്ടായിരുന്ന ആളുകൾ, ഒരു നേഴ്സാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്, അവർ ഈ വാതിൽ അടയ്ക്കുന്നു. പിന്നീട് അകത്തുമായി മറ്റാളുകളുമായി സംസാരിച്ച് വന്നതിന് ശേഷം ഈ വീട്ടുകാർ ബഹളമുണ്ടാക്കിയതിനു ശേഷമാണ് ഇവർ വാതിൽ തുറക്കുന്നത്. അപ്പോഴും അവിടെ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുണ്ടായിരുന്ന ആൾ ആ സൈഡിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്നുള്ളതടക്കമാണ് ഇവർ പരാതിയിൽ പറയുന്നത്. പിന്നീട് ഏറെ നേരം വൈകിയതിനു ശേഷം, അതായത് ഇദ്ദേഹം അപ്പോഴും അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ ശ്വാസം എടുക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ആശുപത്രിക്ക് അകത്തേക്ക് കയറുന്നു. അപ്പോഴും ചീട്ട് നൽകുന്നതിൽ ഉൾപ്പെടെ വളരെ ലാഘവത്തോടെയായിരുന്നു ഈ ആശുപത്രിയിലെ അധികൃതർ പെരുമാറിയത് എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ പരാതിയായി പറയുന്നത്. അതോടൊപ്പം തന്നെ CPR നൽകുന്നതിൽ വീഴ്ച വരുത്തി, മറ്റ് ചികിത്സ നൽകുന്നതിലെല്ലാം തന്നെ ഗുരുതരമായിട്ടുള്ള ഒരു ലാഘവം, ഒരു സമയമെടുക്കുന്ന ഒരു സ്വഭാവം ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. ഏറെ നേരം അവിടെ നിന്നിട്ടും ഇവർ കൃത്യമായിട്ടുള്ള ചികിത്സ നൽകാത്തതിനെ തുടർന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് പോകാൻ, തങ്ങൾക്ക് ആശുപത്രിയിൽ നിന്ന് എഴുതി തരൂ, ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റു ആശുപത്രിയിലേക്ക് പോകുകയാണ് എന്ന് എഴുതി തരൂ എന്ന് പറഞ്ഞ് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോഴേക്കും താൽക്കാലിക ജീവനക്കാരൻ വന്ന് ഇവരുടെ പിതാവ് മരിച്ചുപോയി എന്ന് അറിയിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഇവർ ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ട്. സൂപ്രണ്ട് ഇക്കാര്യം പരിശോധിക്കുകയാണ്. അന്ന് രാത്രിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ വിളിച്ചു വരുത്തി മൊഴി എടുക്കുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ആശുപത്രി സൂപ്രണ്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല ഈ കുടുംബം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകിയത്.